ഫിലിം സ്റ്റഡീസിലെ എസ് എ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ പോയിൻറ്റ്സ് പോലെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അപ്പം കണ്ടംപററി മലയാള സിനിമയെക്കുറിച്ചുള്ളൊരു എസ് എ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടംപററി മലയാളം സിനിമ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ളൊരു ഇന്നവേറ്റീവ് ആയിട്ടുള്ളൊരു ഫിലിം ഇൻഡസ്ട്രിയാണ്. റിയലിസം, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കണ്ടംപററി മലയാളം സിനിമ ഇപ്പോൾ ഫ്ലറിഷ് ചെയ്യുന്നത്. 2010 ഓൺവേർഡ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കൈൻഡ് ഓഫ് ഫിലിം മേക്കേഴ്സും സ്ക്രീൻ റൈറ്റേഴ്സും നമ്മുടെ ഫിലിം മേക്കിംഗ് ഇൻ കേരള ആ ഒരു കാര്യത്തിനെ നല്ല രീതിയിൽ അതിൻ്റെ സ്കോപ്പും നേച്ചറും എല്ലാം റീഡിഫൈൻ ചെയ്തത്. ആഷിഖ് അബു, ദിലീഷ് പോത്തൻ, മഹേഷ് നാരായൺ, ജിയോ ബേബി, പിന്നെ ഡോൺ പാലത്തറ, ഇവരൊക്കെ ഫ്രഷ് നറേറ്റീവ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഫിലിംസ് എന്ന് പറഞ്ഞാൽ എവറിഡേ ലൈഫ്, മാർജിനലൈസ്ഡ് വോയിസസ്, സോഷ്യോ പൊളിറ്റിക്കൽ തീംസ്, ഇതിനെയൊക്കെ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ അതാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ്. അതാണിപ്പോൾ മലയാളം ഫിലിംസിൻ്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത്. ശ്യാം പുഷ്കരൻ, ഉണ്ണി ആർ, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറീസാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ഷൈജു ഖാലിദ്, രാജീവ് രവി, ഇവരൊക്കെ വിഷ്വൽ ടോൺ ഓഫ് ദ ഫിലിംസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലറിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. റിയൽ ലൊക്കേഷൻസും നാച്ചുറൽ ലൈറ്റിങ്ങും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഈസ്തെറ്റിക്സും, ഇതാണ് കണ്ടംപററി മലയാള ഫിലിംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മ്യൂസിക്കും എന്താണ് കുറച്ചും കൂടി സിറ്റുവേഷണലാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. നറേറ്റീവ്സിന് കുറച്ചും കൂടെ ഡെപ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആക്കുന്നത് മ്യൂസിക്കും സഹായിച്ചിട്ടുണ്ട്. അനദർ നോട്ടബിൾ ട്രെൻഡ് എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോംസിൻ്റെ റൈസാണ്. അത് നമ്മുടെ റീജിയണൽ ഫിലിമിനെ കുറച്ച് വൈഡർ അല്ലെങ്കിൽ ഗ്ലോബൽ ഓഡിയൻസിൻ്റെ മുമ്പിലോട്ട് കൊണ്ടു ചെന്നിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കുമ്പളങ്ങി നൈറ്റ്സ്, അതുപോലെ തന്നെ ജല്ലിക്കെട്ട്, ഇതിനൊക്കെ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടിയത് തന്നെ അതിൻ്റെ കോണ്ടൻറ്റും അതിൻ്റെ ഫോം പ്ലസ് ഈ OTT റിലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. മലയാളം സിനിമ ശരിക്കും പറഞ്ഞാൽ പുതിയ തീംസൊക്കെയാണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ജെൻഡർ ഡൈനാമിക്സിനെ കുറിച്ച് പറയുന്നു, കാസ്റ്റ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, എക്കോളജി ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഈ മാ യു എന്നുള്ള ഫിലിം, അതുപോലെ തന്നെ ജോജി എന്നുള്ള ഫിലിം, അതൊക്കെ ലോക്കൽ സെറ്റിങ്ങിലാണ്, പക്ഷേ യൂണിവേഴ്സൽ സ്റ്റോറീസാണ് പറഞ്ഞു പോയേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കോമഡിയും സറ്റയറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഇൻഡസ്ട്രി ഈ സ്റ്റാർ സെൻട്രിക് ഫിലിംസിൽ നിന്ന് കോണ്ടന്റ് ഡ്രിവൺ നറേറ്റീവ്സിലോട്ടാണ് പോകുന്നത്. അതായത് സൂപ്പർ സ്റ്റാർസ്, അതായത് ഇടിയടി മാത്രമല്ല, കുറച്ച് കോണ്ടന്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫഹദ് ഫാസിൽ, നിമിഷ സജയൻ, സുരാജ് വെഞ്ഞറമൂടൊക്കെ ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പെർഫോമൻസിൽ. അല്ലാതെ അവരുടെ സ്റ്റാർഡം കൊണ്ട് മാത്രമല്ല. വിമൻ ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് പിന്നെ ഫിലിംസ് കൊണ്ടുവരുന്നുണ്ട്. ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും മലയാളം ഫിലിംസിൽ ഇപ്പോൾ ടെക്നിക്കൽ എക്സലൻസ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എമ്പുരാൻ പോലെയുള്ള. കണ്ടംപററി ഫിലിംസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ റിയാലിറ്റീസിനെ കുറിച്ച് നല്ല സട്ടിലായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷേ എന്നാലും പേഴ്സണൽ സ്റ്റോറീസിലൂടെ ക്രിട്ടിസൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഹിസ്റ്ററി, ഫിലിം, ഫോക്ക് ലോറ്, മിത്തോളജിയൊക്കെ ഒരു ക്രിട്ടിക്കൽ ലെൻസിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്ന ഈ മലയാളം ഫിലിംസിലേക്ക് ലിറ്റററി ലാംഗ്വേജും ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ഡയലക്റ്റിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഹൊറർ ആൻഡ് ത്രില്ലർ ജോണേഴ്സിലും കുറച്ചും കൂടി സൈക്കോളജിക്കലി കോംപ്ലക്സ് നറേറ്റീവ്സും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഫിലിം മേക്കേഴ്സിൽ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുന്നുണ്ട്. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ലോജിക്കൽ ഓർഡറിലല്ലാതെ മിക്സ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, മെറ്റാഫിക്ഷൻ, അതുപോലെ തന്നെ സർ റിയലിസം പോലുള്ള കൈൻഡ് ഓഫ് ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസും അതുപോലെ തന്നെ മെച്യൂർഡായി മാറുന്നുണ്ട്. അതുകൊണ്ട് അവർ കുറച്ചും കൂടി റിസപ്റ്റീവ് ആവുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റിക് എക്സ്പെരിമെൻറ്റേഷൻ, ബ്രഹ്മയുഗം പോലുള്ള മൂവീസൊക്കെ എടുത്തപ്പോഴും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഓഡിയൻസ് കുറച്ചും കൂടി റിസീവ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസിലോട്ട് പോകുന്നത് കൊണ്ട് ഈ എക്സ്പെരിമെൻറ്റേഷനൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഓഡിയൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെയുള്ള ഫിലിംസ് എക്സ്പെരിമെൻറ്റേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കൊമേഴ്ഷ്യൽ അപ്പീൽ പ്ലസ് ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റിയാണ് ഇപ്പോഴത്തെ മലയാളം സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫിലിമിൻ്റെ ഹൈബ്രിഡ് നേച്ചറിനെ കുറിച്ച് പറയാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിംസ്. ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആർട്ട് ഫോംസ്, ഡിസിപ്ലിൻസ് ആൻഡ് മീഡിയ വെച്ചിട്ട് നമുക്ക് ഫിലിമിനെ ഇപ്പം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് 7th ആർട്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് ലിറ്ററേച്ചർ ഉണ്ട്, അതിനകത്ത് തിയേറ്റർ ഉണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫിലിം എന്ന് പറഞ്ഞൊരു വിഷ്വൽ മീഡിയം ആണ്, പക്ഷേ ഇറ്റ് റിലൈസ് ഹെവിലി ഓൺ ലാംഗ്വേജ്, സൗണ്ട്, മൂവ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ്. അതാണ് ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിം എന്ന് പറയുന്നത്. മീഡിയം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല, അതിനകത്തൊരു കൈൻഡ് ഓഫ് സെൻസറി ഇമേഷൻ ഉണ്ട്, ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ഉണ്ട്.
ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് ജോണേഴ്സ് കാണാൻ സാധിക്കും. ഒരു സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് ജോണേഴ്സിൻ്റെ മിക്സ് കാണാൻ സാധിക്കും. ഡോക്യു ഡ്രാമയുണ്ട്, മോക്യുമെൻ്ററി ഉണ്ട്, മാജിക്കൽ റിയലിസം ഉണ്ട്, ആൻഡ് ഓൾസോ നറേറ്റീവ് ഫോമും ഉണ്ട്, നോൺ നറേറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്, എക്സ്പെരിമെൻ്റൽ ഫിലിംസും ഉണ്ട്, അല്ലാതെ അവന്റ് ഗാർഡേ ഫിലിംസും ഉണ്ട്. അപ്പോൾ പെർഫോമൻസസ് തിയേറ്ററിക്കലും ആവാം, അല്ലാത്തതും ആവാം. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി വെച്ചിട്ട് നോക്കുകയാണെന്ന് തന്നെ നമ്മുടെ എന്താണ് ഈസ്തറ്റിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റിംഗ് വെച്ചിട്ടും കളർ വെച്ചിട്ടും ഒക്കെ ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഡിസൈൻ പോലും എന്താണ് മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ആംബിയൻറ്റ് സൗണ്ട്, ഡയലോഗ്, ഇതൊക്കെ നമ്മുടെ മൂഡ് ആൻഡ് ഋതത്തിനെ മാറ്റുന്നു. എഡിറ്റിംഗ് ആണ് അനദർ ഹൈബ്രിഡ് പ്രോസസ്സ്. അതായത് വിഷ്വൽ പ്ലസ് ഡ്രമാറ്റിക് പേസിംഗ്, അതാണ് എഡിറ്റിങ്ങിനകത്ത് വരുന്നത്. ഫിലിം സെറ്റ് എന്ന് പറയുന്നത് പോലും എന്താണ് ഈ ഒരു കൈൻഡ് ഓഫ് ആർക്കിടെക്ചറൽ സ്പേസായി മാറുന്നുണ്ട്. ആ തീമിനനുസരിച്ച് അല്ലെങ്കിൽ മൂഡിനനുസരിച്ച് അതിനെ മാറ്റുന്നുണ്ട് സെറ്റിനെ പോലും. ആനിമേഷൻ ആൻഡ് VFX ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വെച്ചിട്ടും ഫിലിം മേക്കിംഗ് എലിമെൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഗ്ലോബലൈസേഷനും ടെക്നോളജിയൊക്കെ ഈ ഹൈബ്രിഡിറ്റിയെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തതേ ഉള്ളൂ. ഫിലിംസ് ടുഡേ എന്ന് പറയുന്ന മൾട്ടി ലിംഗ്വലാണ്, ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ അതായത് OTT വന്നതുകൊണ്ട് അവർക്ക് സബ് ടൈറ്റിലും കൊടുത്ത് OTT പ്ലാറ്റ്ഫോംസ് എടുത്തുകൊണ്ട് ഒരുപാട് ഗ്ലോബൽ ഓഡിയൻസിന് വാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിയലിസവും ഉണ്ട്, ഫാൻറ്റസിയും ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഹൈബ്രിഡ് ഫിലിംസാണ് ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹൈബ്രിഡ് സിനിമയ്ക്കകത്ത് ഒരു സീൻ ഒരു പെയിൻറ്റിംഗ് ആയിട്ട് മാറാം, ഒരു പോമായിട്ട് മാറാം, ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റൻ ആയിട്ട് മാറാം. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ വരാം, അതിനകത്ത് ഫെമിനിസം വരാം, എക്സ്പെരിമെൻ്റൽ സിനിമ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിലിംസ് ഇറക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ സിനിമയെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആക്കുന്നൊരു കാര്യമാണ്. പൊളിറ്റിക്കലി, ഈസ്തറ്റിക്കലി, ഇമോഷണലി, ഇൻ്റലക്ച്വലി സിനിമയെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ഒരു ടോണിൽ നമുക്ക് പറയാൻ വേണ്ടി നമുക്കൊരു ഫെസിലിറ്റി തരുന്നതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിലിം അഡാപ്റ്റേഷൻ ഡിസ്കോഴ്സും നോഷൻ ഓഫ് ഫിഡലിറ്റി. അതായത് നമ്മൾ ടെക്സ്റ്റിനെ, ഒരു ബുക്കിനെ നമ്മൾ ഫിലിം ആക്കുമ്പോൾ എത്രമാത്രം വിശ്വസ്തയോടുകൂടിയാണ്, അല്ലെങ്കിൽ എത്രമാത്രം ആ ടെക്സ്റ്റിനെ എത്രമാത്രം വിശ്വസ്തയോടുകൂടി ഈ ഫിലിമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ഒറിജിനലായിട്ടാണ് ഈ ഫിലിമിനകത്ത് ഈ ടെക്സ്റ്റിനെ കാണിച്ചിരിക്കുന്നത്, അതോ ഡിഫറൻ്റ് ആയിട്ടാണോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്. ഫിലിമിക് അഡാപ്റ്റേഷൻ ഡിസ്കോഴ്സും നോഷൻ ഓഫ് ഫിഡലിറ്റിയും. അപ്പോൾ ഫിലിമിക് അഡാപ്റ്റേഷൻ ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ടെക്സ്റ്റിനെ അത് നമ്മൾ ഫിലിമിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുമ്പോൾ ഈ ടെക്സ്റ്റിലുള്ളതുപോലെ തന്നെയാണോ പകർത്തി വെച്ചേക്കുന്നത് ഫിലിമിനകത്ത്, അതോ മാറ്റങ്ങളൊക്കെ ചെയ്താണോ ചെയ്യുന്നത്, അതോ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണോ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അല്ലേ. അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ മാത്രമല്ല, നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റും കൂടി ചെയ്യുന്നതിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. ഒരു ബുക്ക് ഒരു ഫിലിം ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ ക്യാരക്ടർ ഡെപ്ത്, വിഷ്വൽ സ്റ്റൈല്, പേസിങ്, ഡയലോഗ് വരെ ആയിരിക്കും ഫിലിമിനകത്താക്കുന്നത്. അപ്പോൾ ഫിഡലിറ്റി എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ സ്റ്റഡീസിൽ ഒരു സെൻട്രൽ കൺസേൺ ആണ്. അതായത് എത്രമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് ഒരു ഫിലിമിനെ അതായത് ഒരു ടെക്സ്റ്റിനെ ഫിലിമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ട്രഡീഷണലി ക്രിട്ടിക്സ് വാല്യൂ ചെയ്യുന്ന അഡാപ്റ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒറിജിനൽ പ്ലോട്ടും ക്യാരക്ടേഴ്സും തീംസും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഫിലിം ആക്കാനെന്നാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിട്ടിക്സ് ബിലീവ് ചെയ്യുന്നത്. പക്ഷേ മോഡേൺ തിയറിസ്റ്റ് ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ഫിഡലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ ബുക്കിനകത്ത് കാണുന്ന പോലെ തന്നെ നമ്മൾ സിനിമയ്ക്കകത്താക്കി കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് ഫിലിംസിന് ഒരു ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം ക്രിട്ടിക്സ് പറയുന്നത്. ലിൻഡ ഹച്ചിയോൺ എന്നുള്ള ക്രിട്ടിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആക്കി മാറ്റാൻ, ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. അപ്പോൾ ഫിഡിലിറ്റി പ്രോബ്ലമാറ്റിക് ആവുന്ന എപ്പോഴാണ്, ലിറ്ററേച്ചറും ഫിലിം എന്ന് പറയുന്ന ഫണ്ടമെൻ്റലി ഡിഫറൻറ്റ് മീഡിയയാണ്. ഒരു നോവലിനകത്ത് നമുക്ക് ഇന്നർ തോട്ട്സിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതി അങ്ങ് പോവാം. പക്ഷേ ഫിലിമിനകത്ത് എഴുതി പോകുന്നതല്ല, ഫിലിമിനകത്ത് പറഞ്ഞു പോവുക തന്നെ വേണം. അപ്പോൾ ബോറടിക്കാതെ നോക്കണം, ടൈം നോക്കണം, ബഡ്ജറ്റ് നോക്കണം, അല്ലേ, പ്ലോട്ട് നോക്കണം, സെറ്റിംഗ് നോക്കണം, ക്യാരക്ടേഴ്സിൻ്റെ ഇതൊക്കെ നോക്കണം. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 19th സെഞ്ച്വറി ബ്രിട്ടീഷ് നോവലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഫിലിമിലാക്കുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ പകർത്തുവാണെന്നുണ്ടെങ്കിൽ 19th സെഞ്ച്വറി സെറ്റിംഗ് തന്നെ അവിടെ നേടണ്ടേ. 21st സെഞ്ച്വറി അഥവാ അതിന് പകരം നമ്മൾ 21st സെഞ്ച്വറി ഉള്ള ഒരു ഇതാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടേഴ്സിനെയും സ്റ്റൈലിങ്ങും ഡ്രസ്സിങ്ങും കോസ്റ്റ്യൂംസും ഡയലോഗ്സും എല്ലാം മാറ്റേണ്ടി വരും. ഇപ്പോൾ ഫിലിം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അഡാപ്റ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലോഗിനകത്ത് കാണും, അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യുന്നത് മാത്രമല്ല. അപ്പം നമ്മുടെ ബുക്കിനകത്ത് കിടക്കുന്ന അതേപോലെ ഡയലോഗ്സ് നമ്മൾ അതിനകത്ത് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് കൂട്ടിയും കുറച്ചും ലെങ്ത്തൊക്കെ കുറച്ചൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് തീമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂ. അപ്പം എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ദ ഗോഡ് ഫാദർ എന്നുള്ള മൂവി ഫ്രം മാരിയോ പ്യൂസോയുടെ നോവലാണ് ദ ഗോഡ് ഫാദർ. അതുപോലെ തന്നെ ഷോലെ എന്നുള്ള മൂവി വെസ്റ്റേൺ ആൻഡ് എപ്പിക്സിൽ നിന്ന്, വെസ്റ്റേൺ അല്ലെങ്കിൽ എപ്പിക് മൂവി, ഈ എപ്പിക് ടെക്സ്റ്റിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള മൂവിയാണ് ഷോലെ. അതിനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ട് കാണിക്കാവോ അത്രമാത്രം ചെയ്യുക, അല്ലെങ്കിൽ റീഇൻ്റർപ്രിറ്റ് ചെയ്യുക. അപ്പം
അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പാരഡി, അതിപ്പോൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റിനെ നമ്മളൊരു ഫിലിമാക്കി മാറ്റുമ്പോൾ നമുക്ക് പല രീതിയിൽ കാണിക്കാം. അതിനെ പാരഡൈസ് ചെയ്ത്, അതായത് ഒരു പാരഡി പോലെ കാണിക്കാം. അതിനെ കുറച്ച് റീഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാം, ക്രിട്ടിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ചില ഫിലിംസ് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കും, പക്ഷേ ചിലത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ മക്ബൂൽ എന്നുള്ള ഫിലിം, അത് മാക്ബത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മാക്ബത്ത് ഒരു മുംബൈ ഗ്യാങ്സ്റ്ററായിട്ട് മാറുന്നതും അയാളുടെ മോറൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെപ്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അതിനകത്ത് തീം മാത്രമാണ് സെയിം ആയിട്ടിരിക്കുന്നത്, ബാക്കി ക്യാരക്ടേഴ്സും സെറ്റിങ്സും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അഡാപ്റ്റേഷൻ സ്റ്റഡീസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓതർഷിപ്പിൻ്റെയാണ്. ഹൂ ഓൺസ് ദ സ്റ്റോറി ആഫ്റ്റർ അഡാപ്റ്റേഷൻ? ഒരു ബുക്കിനെ നമ്മളൊരു ഫിലിമാക്കി മാറ്റുമ്പോൾ ആ ബുക്കിൻ്റെ ഓതർ തന്നെയാണോ ഫിലിമിൻ്റെ ഓതർ നമുക്ക് പറയാൻ സാധിക്കുമോ? ഓതർ അവിടെ മാറിപ്പോയില്ലേ? അപ്പോൾ അതാണ് ഒരു മേജർ ക്വസ്റ്റ്യൻ. ഒറിജിനൽ റൈറ്ററിനാണോ ഡയറക്ടറിനാണോ അവിടെ പ്രാധാന്യം കിട്ടുന്നത്? ഇപ്പോൾ ഒരു ബുക്കിനെ നമ്മളൊരു ഫിലിമാക്കി മാറ്റും, ആടുജീവിതം എന്നുള്ളൊരു ബുക്ക്, അത് നമ്മൾ ഫിലിമാക്കി മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെന്യാമിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതോ ബ്ലസ്സിക്കോ പൃഥ്വിരാജിനോ ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റാണ്. ഇപ്പം ബുക്ക്, അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട, ഈ അഡാപ്റ്റീവ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഫിഡലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആലോചിക്കാൻ പറ്റുന്നത്, നമ്മളൊരു ബുക്കിനെ ഫിലിമാക്കി മാറ്റുമ്പോൾ അത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണോ, എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും, ഇതാണ് ഇതിനകത്ത് സംസാരിക്കേണ്ടത്. അപ്പോൾ കോപ്പി റൈറ്റ്, ഐഡൻറ്റിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവും. അപ്പോൾ അഡാപ്റ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓഡിയൻസിനെ ഷിഫ്റ്റ് ചെയ്യുവാണ്. ഒരു ബുക്കിൽ നിന്ന് നമ്മളൊരു വിഷ്വൽ മീഡിയത്തിലൂടെ ടെക്സ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓഡിയൻസിനെ. പിന്നെ ഫിലിം തിയറിസ്റ്റുകളായിട്ടുള്ള റോബർട്ട് സ്റ്റാം ഒക്കെ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻസിനെ നമ്മൾ ഇൻ്റർ ടെക്സ്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി, അല്ലാതെ കോപ്പീസായിട്ട് കൺസിഡർ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചെമ്മീൻ എന്തുകൊണ്ടാണ് ടെക്നിക്കലി ആൻഡ് ആർട്ടിസ്റ്റിക്കലി ഒരു ബ്രില്യൻറ്റ് ഫിലിമായി മാറുന്നത്? ഇത് ഞാൻ പഴയ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടതാണ്, എന്നാലും നിങ്ങളൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ചെമ്മീൻ എന്ന് പറയുന്നത് 1965 രാമു കാര്യായിട്ട് ഡയറക്റ്റ് ചെയ്തൊരു ഫിലിമാണ്. ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളം സിനിമയിൽ ഒരു ലാൻഡ്മാർക്ക് ഫിലിമാണ്. ആർട്ടിസ്റ്റിക് ആൻഡ് ടെക്നിക്കൽ ബ്രില്യൻസ് ഇതിനുണ്ട്. തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീൻ. അതിനെയാണ് ഫോക്ലോറും റിയലിസവും പൊയറ്റിക് ഇമേജറിയൊക്കെ വെച്ചിട്ടൊരു ഫിലിമാക്കി മാറ്റിയത്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ഒരു ട്രാജിക് ലവ് സ്റ്റോറിയാണ് ഈ ഫിലിം നറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? കേരളത്തിലെ ഒരു കോസ്റ്റൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കഥയായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ടു വിൻ ദി നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം. ഓക്കെ, ടെക്നിക്കലി ചെമ്മീൻ എന്ന് പറയുന്നത് ടൈം എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് മാർക്കസ് ബാട്ട്ലിയാണ്, യു രാജഗോപാലുമാണ് ചെയ്തത്. അതായത് ആ സീയുടെ റോ ബ്യൂട്ടിയും വില്ലേജിൻ്റെ റോ ബ്യൂട്ടി, ഫിഷർമെൻ്റെ ജീവിതം എങ്ങനെയാണെന്നും ഒക്കെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോർ ഷൂട്ട്സൊക്കെ എന്ന് വെച്ചാൽ റിയൽ കോസ്റ്റൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനാലിറ്റി അതിനകത്തുണ്ടായിരുന്നു. സീ എന്ന് പറയുന്ന ബോത്ത് വിഷ്വൽ സ്പെക്ടക്കിളും ഒരു സിംബോളിക് ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കളർ എന്ന് പറയുന്നത് അതായത് ഒരു കളർ ഫിലിമായിരുന്നു. ആ കളർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ മൂഡ് ഇമോഷനൊക്കെ പോർട്രേ ചെയ്യുന്ന രീതിയിലായിരുന്നു കാണിച്ചിരിക്കുന്നത്. സലീൽ ചൗധരിയുടെ മ്യൂസിക്കാണ്. ക്ലാസിക്കൽ, ഫോക്ക് ആൻഡ് ഓർക്കസ്ട്ര എലമെൻറ്റ്സ് എല്ലാം നല്ല ഐക്കോണിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനസ മൈനേ വരൂ എന്നുള്ളത് വളരെ ടൈംലെസ് ആയിട്ടുള്ളൊരു മെലോഡിയസ് സോങ് ആണ്. വയലാർ രാമവർമ്മയാണ് അതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്തത്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഋഷികേഷ് മുഖർജിയാണ്. ആ ഒരു നറേറ്റീവ് ഫ്ലോ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ആർട്ട് ഡയറക്ഷൻ ആൻഡ് കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറയുന്നത് ഫിഷർ ഫോക്കിൻ്റെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് വളരെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലാണ് നടത്തിയിരിക്കുന്നത്. ഫിലിം ഡിറക്ഷൻ ആണെങ്കിലും ആർട്ടാണെന്നുണ്ടെങ്കിലും കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിലും സൗണ്ടും സൈലൻസും എല്ലാം നല്ല രീതിയിൽ വേവ്സ്, വിൻഡ്, പിന്നെ സൗണ്ട് ട്രാക്കൊക്കെ ഇമോഷൻസിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് ഷീലയുടെ മധുവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ഡെപ്തിനെ കാണിക്കുവാണ്. തീം എന്താണ്? ലവ്, ഫെയ്ത്ത്, ഓണർ, നേച്ചറിൻ്റെ റാത്ത്, അതായത് നേച്ചറിൻ്റെ അവസാനമുള്ള ആ ഒരു ക്രൂവൽ സൈഡ് ഓഫ് നേച്ചർ, അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു റീജിയണൽ സിനിമ എങ്ങനെ നാഷണൽ അറ്റൻഷൻ ആയി മാറിയതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ചെമ്മീൻ എന്നുള്ളത്. ഓക്കെ, സീയുടെ ആ ഒരു സിമ്പൽ, ഓരോ ഫിഷർമാൻ്റെ സൂപ്പർസ്റ്റിഷൻസ്, അതായത് കടലിൽ പോകുന്ന ആണുങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ലൈഫ് കാത്തു സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ കരയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ഫിഡലിറ്റിയാണ്. അവരെത്രമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഹസ്ബൻഡ് അടുത്ത് നിൽക്കുന്നോ അത്രയും മാത്രം ആ ഒരു ഇതിൽ സീ അവരെ ഹസ്ബൻഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പർസ്റ്റിഷനെ ബേസ് ചെയ്തിട്ടും ആ ഡൂംഡ് ലവ്, ട്രാജഡി ലവിനെ കുറിച്ചുമൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് ഓഫ് സിനിമ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചേക്കുന്ന കണ്ടു. ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറയുന്നത് ടെക്നിക്സ് ആൻഡ് എലിമെൻറ്റ്സ് ഫിലിം മേക്കേഴ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് നറേറ്റീവ്സ് വിഷ്വലി ആൻഡ് ഓറലി. അതായത് സിനിമയുടെ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആൻഡ് എലിമെൻറ്റ്സ്, അതായത് ഐഡിയാസ്, ഇമോഷൻസ്, നറേറ്റീവ്സ് വിഷ്വലി ആൻഡ് ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്യുന്ന എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ എലിമെൻറ്റ്സും അതുപോലെ തന്നെ അല്ലാതുള്ള എലിമെൻറ്റ്സ്.
ഇനി സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ് പോലെയല്ല സിനിമാറ്റിക് ലാംഗ്വേജ്. ഇമേജസിനെയും മൂവ്മെൻറ്റിനെയും സൗണ്ടിനെയും ലൈറ്റ്നിങ്ങിനെയും കളറിനെയും എഡിറ്റിങ്ങിനെയും ബേസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ ഒരു കോർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് മിസ്സസീനാണ്. അതായത് ഈ ഫ്രെയിമിലുള്ള കാര്യങ്ങൾ, സെറ്റ്, കോസ്റ്റ്യൂം, ആക്ടേഴ്സ്, ലൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ. ക്യാമറ ആംഗിൾസും ഒരു സിഗ്നിഫിക്കൻറ്റ് റോളാണ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. അപ്പം ഈ ലാംഗ്വേജ് ഓഫ് സിനിമ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ട് മിസ്സോസീനെ കുറിച്ചും ഈ ക്യാമറ ആംഗിൾസിനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കൊലേഷൻ ഓഫ് ഇഫക്റ്റുകൾ, ഒരുപാട് ഇഫക്റ്റുകൾ ഉണ്ടല്ലോ, അത് ലൈറ്റ്നിങ്, കളർ ഗ്രേഡിങ്, മൊണ്ടാജ് സീക്വൻസ്, പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ട്, ക്രോസ് കട്ടിങ്, ഈ രണ്ട് സീനുകൾ തമ്മിലുള്ള ഡിഫറൻസ്, സിംബോളിസം, പിന്നെന്താണ് ഒറ്റയർ തിയറി, അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്ക്, നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്, ഡയലോഗ്സ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, പ്രോപ്പർട്ടീസിൻ്റെ കാര്യം, പിന്നെന്താണ് ഈ ആനിമേഷൻ, അതുപോലെ തന്നെ സൈലൻറ്റ് ഫിലിംസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് എഴുതാൻ നിങ്ങൾക്ക് ഒരു ഇത് കാണും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ലാംഗ്വേജ് ഓഫ് ഫിലിം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എഡിറ്റിങ്ങും ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു തന്നാൽ ഇത്രയും പോയിൻറ്റ്സ് എഴുതാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അത് 15 മാർക്സ് എസ്സേക്ക് നിങ്ങൾക്ക് പഠിച്ചതിനേക്കാൾ ഒരുപാട് എഴുതാൻ സാധിക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം മിസ്സോസീനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സെറ്റ്, കോസ്റ്റ്യൂം, ആക്ടേഴ്സ്, ലൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ, ഇതൊക്കെയാണ് സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇനി ക്യാമറ ആംഗിളിനെ കുറിച്ചാണ് അടുത്ത് എഴുതേണ്ടത്. അതായത് ലോ ആംഗിൾ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അത് പവറിനെ കാണിക്കുന്നു, ഹൈ ആംഗിൾ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ആരെയാണോ അത് സബ്ജക്റ്റിനെ കാണിക്കുന്നത് അയാളുടെ വൾണറബിലിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാമറ, പാൻ ആണോ, ടിൽറ്റ് ആണോ, ഡോളി ആണോ, ഹാൻഡ് ഹെൽഡ് ആണോ, അത് നമ്മുടെ മൂഡ് ആൻഡ് മീനിങ് ഓഫ് എ സീനിനെ കാണിക്കുന്നു. അപ്പം ലാംഗ്വേജ് ഓഫ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ആംഗിൾസ്, ക്യാമറ മൂവ്മെൻറ്റ്സ്, മിസ്സോസീനെ കുറിച്ച് എഴുതുക. പിന്നെ എഡിറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച്, അതായത് മൊണ്ടാഷ് ഒക്കെ എന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ നറേറ്റീവിൻ്റെ റിഥം ആൻഡ് ഫ്ലോയിനെയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കുലേഷോവ് ഇഫക്റ്റിനെ കുറിച്ച് പറയാം. സോവിയറ്റ് സിനിമയിൽ ഡെവലപ്ഡ് ആയതാണ്. അതായത് സീക്വൻസിങ് ഓഫ് ഷോട്ട്സ് എങ്ങനെയാണ് വ്യൂവറിൻ്റെ മൈൻഡിൽ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് കുലേഷോവ് ഇഫക്റ്റ്. പിന്നെ സൗണ്ടിനെ കുറിച്ച് എഴുതാം. ഡയലോഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് എഫക്റ്റ്, സൈലൻസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂണാണ്. ടെൻഷനെ ഹൈറ്റൻ ചെയ്യാനോ ഇമോഷണൽ മൊമെൻറ്റ്സിനെ എംഫസൈസ് ചെയ്യാനോ ആണ് നമ്മൾ സൈലൻസ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഈസ്തെറ്റിക് റോൾ അല്ലെങ്കിൽ സിംബോളിക് റോൾ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഹാർഷ് ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സോഫ്റ്റ് ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ നൊസ്റ്റാൾജിയാണ് അത് കാണിക്കുന്നത്. കളർ ഗ്രേഡിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. റെഡ് എന്ന് പറയുന്ന പാഷൻ അല്ലെങ്കിൽ ഡേഞ്ചറിനെ കാണിക്കുന്നു. ബ്ലൂ എന്ന് പറയുന്ന സാഡ്നസ് അല്ലെങ്കിൽ കാമിനെ കാണിക്കുന്നു. പിന്നെ മൊണ്ടാജ് സീക്വൻസസ്, അത് ഈ സ്പോർട്സ് അല്ലെങ്കിൽ ട്രെയിനിങ് സീനൊക്കെ കാണിക്കുക. റോക്കി ഫിലിം ഉണ്ടല്ലോ ഹോളിവുഡിൽ, അതിനകത്ത് മൊണ്ടാജ് സീക്വൻസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ എന്താണ്, രണ്ട് സീൻ തമ്മിലുള്ള ക്രോസ് കട്ടിംഗ് ഉണ്ടല്ലോ, അത് സസ്പെൻസിനെയൊക്കെ കാണിക്കാനൊക്കെ അല്ലെങ്കിൽ പാരലലായിട്ട് ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയൊക്കെ. അതുപോലെ തന്നെ സിംബലിസവും സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കാണിക്കുന്നു, ചേഞ്ച്, ക്ലെൻസിങ്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ടെർമോയിലിനെയൊക്കെ കാണിക്കുന്നു. പിന്നെ വിഷ്വൽ മെറ്റഫർ, അതായത് ഇപ്പോൾ ഒരു ബേർഡ് ഇൻ എ കേജ്, അതായത് ഇപ്പോൾ ഒരു ആക്ട്രസ് കരയുവാണ്, എന്നിട്ട് തൊട്ടടുത്ത് കാണിക്കുന്ന ഒരു ബേർഡ് ഇൻ എ കേജാണ്. അപ്പോൾ ആക്ട്രസിൻ്റെ സിറ്റുവേഷൻ ആ ബേർഡ് ഇൻ എ കേജുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതാണ് വിഷ്വൽ മെറ്റഫർ. പിന്നെ ഓട്ടേർ തിയറി പറയാം, നമ്മുടെ സത്യജിത് റേയെക്കുറിച്ച് എഴുതാം. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്ക് ആൻഡ് നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കുകളുണ്ടല്ലോ, അത് റാഷമോൻ എന്നുള്ളതിനകത്ത് പൾപ്പ് ഫിക്ഷൻ എന്നുള്ള മൂവിക്കകത്തൊക്കെ അത് കാണിക്കുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, ഡയലോഗ്സ് എന്ന് പറയുന്നതും സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വിഷ്വൽ മോട്ടീവ്സ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മൂവിക്കകത്തുള്ള, അതായത് മൂവീസിനകത്ത് യൂസ് ചെയ്യുന്ന റോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടിയാവാം, ഒരു സ്റ്റിക്കാവാം. അപ്പോൾ അത് ഇപ്പോൾ നരൻ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും മോഹൻലാലും മറ്റേ ഒരുപാട് ഗുണ്ടകളൊക്കെ അടിച്ചിടുമ്പോൾ അയാൾക്കൊരു വടിയുണ്ടല്ലോ, അവസാനം അയാൾ ആ വടി വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, അത് എല്ലാവരും അനുസരിച്ചേ പറ്റൂ എന്നുള്ളതിന് ഏറ്റവും, അതായത് അവസാനത്തെ വാക്കാണെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഒരു വടി കുത്തുന്നുണ്ട്. അത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഇല്ലെന്നുള്ള മീനിങ്. അതൊക്കെ അതിനകത്തൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം പ്രോപ്പർട്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്, മൊണ്ടാജ് സീക്വൻസ്, പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റിക് ലാംഗ്വേജ്, ഡോക്യുമെൻ്ററീസ് നമുക്ക് വോയിസ് ഓവർ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നത്. പിന്നെ ആനിമേഷൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനിമേഷൻ വരുമ്പോൾ എന്താണ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ പുതിയൊരു ഫിലമാണ്. പിന്നെ സൈലൻറ്റ് ഫിലിംസ് ഉണ്ട്, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എക്സ്പ്രഷന് ജസ്റ്ററിന് മാത്രം ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾ ചാർലി ചാപ്ലിൻ്റെ ഫിലിംസ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ലോങ് ടേക്ക് അല്ലെങ്കിൽ ക്വിക്ക് കട്ട്, അതൊക്കെയെന്ന് വെച്ചാൽ ഇമോഷണൽ റെസ്പോൺസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം.
ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് സൈലൻറ്റ് ഫിലിംസിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി ലിംഗ്വൽ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സൈലൻറ്റ് ഇറ 1913 തൊട്ട് 30 വരെയുള്ളതാണ്. ദാദാ സാഹിബ് ഫൽക്കെയുടെ രാജ ഹരിശ്ചന്ദ്ര തൊട്ട്, അതായത് 1913 ഇറങ്ങിയ ഇന്ത്യയുടെ ഫസ്റ്റ് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. സൈലൻറ്റ് ഫിലിംസ് മിത്തോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിരുന്നു പണ്ട്, അതായത് രാമായണ, മഹാഭാരത പോലുള്ള എപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റോറീസ്. ഈ ഫിലിംസ് ഹെവിലി എക്സ്പ്രഷൻസിലും ടൈറ്റിൽ കാർഡിലും മ്യൂസിക്കിലും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് ടോക്കി ഫിലിം എന്ന് പറയുന്നത് അലം ആറായാണ് 1931 ഇറങ്ങിയത്. അത് അർദേഷിർ ഇറാനിയുടെയാണ് ഇന്ത്യൻ സൗണ്ട് ഫിലിം. പിന്നെ സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ്, സോങ്സ്, സൗണ്ട് ട്രാക്ക് ഒക്കെ പിന്നീട് വരാൻ തുടങ്ങി. അപ്പോൾ മ്യൂസിക്കൽ നറേറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി. 1930s and 40s സ്റ്റുഡിയോ സിസ്റ്റംസ് വന്നു. ബോംബെ ടോക്കീസ്, ന്യൂ തിയേറ്റർ പോലുള്ള സ്റ്റുഡിയോസ് വന്നു. പിന്നെ എന്താണ്, ഫിലിംസിന് ഒരുപാട് തിയേറ്ററിക്കൽ ഇൻഫ്ലുവൻസും ഡ്രമാറ്റിക് പെർഫോമൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വരാൻ തുടങ്ങി. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ എന്ന് പറഞ്ഞാൽ 1940s to 50s ആണ്. റിയലിസം, സോഷ്യൽ കമൻട്രി അങ്ങനെയുള്ള മൂവീസാണ് ഇറക്കിയിരുന്നത്. പിന്നെ മദർ ഇന്ത്യ പോലുള്ള ഫിലിം, പോവർട്ടി, ക്ലാസ് സ്ട്രഗിൾ, റൂറൽ ലൈഫിനെ കുറിച്ചൊക്കെ കാണിക്കുന്ന ഫിലിംസ് വന്നു. ഇന്ത്യൻ ഫിലിമിൻ്റെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് 1950s തൊട്ട് 60s വരെയാണ്. പാരലൽ ഗ്രോത്ത് ഓഫ് പോപ്പുലർ സിനിമയുണ്ട്, പിന്നെ ആർട്ട് സിനിമയും വന്നു. സത്യജിത് റോയ് ഉണ്ട്, ഋത്വിക് ഘട്ടക് ഉണ്ട്, മൃണാൽ സെൻ പോലുള്ളവർ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ഫിലിംസൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റീജിയണൽ സിനിമാസ് ഈ ഒരു കാലഘട്ടത്തിൽ വരാൻ തുടങ്ങി. ബംഗാളി, മലയാളം, തമിഴ് ആൻഡ് തെലുഗു ഫിലിംസ്. പിന്നെ 1970s എന്ന് വെച്ചാൽ ആംഗ്രി യങ് മാൻ ഫേസ് ആയിരുന്നു. അമിതാഭ് ബച്ചൻ ആയിരുന്നു കൂടുതലൊരു സോഷ്യലി റിബല്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ മസാല ഫിലിംസ് വരാൻ തുടങ്ങി. ആക്ഷൻ, ഡ്രാമ, റൊമാൻസ് ആൻഡ് മൂവിക്ക് ഡോമിനൻസ് കൊടുത്തുകൊണ്ടുള്ള. പിന്നെ പാരലൽ ഫിലിംസ് വരാൻ തുടങ്ങി, അതായത് ഫിലിം ഫിനാൻസ് കോർപ്പറേഷനൊക്കെ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരലൽ സിനിമ. പിന്നെ ശ്യാം ബെനഗൽ, ഗോവിന്ദ് നിഹലാനി, മണി കോൾ പോലുള്ള പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി കോൺഷ്യസ് ഫിലിംസ് ഡയറക്ടേഴ്സ് ഇറക്കാൻ തുടങ്ങി. 1980s ടെലിവിഷൻ റൈസോടുകൂടി സിനിമ അറ്റൻഡൻസ് കുറഞ്ഞു. എന്നാലും അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോസിന് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരാൻ തുടങ്ങി. അപ്പോൾ മിത്തോളജിക്കൽ TV സീരിയൽസ് വരാൻ തുടങ്ങി, രാമായൺ, മഹാഭാരത് പോലുള്ളത്. 1990s ആയപ്പോഴത്തേക്ക് ഒരു എക്കണോമിക് ലിബറലൈസേഷൻ വന്നു. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ ട്രാൻസ്ഫോംഡ് ആയി, ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടിയും ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടിയും. അങ്ങനെ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ്, കളർ എൻഹാൻസ്മെൻറ്റ്, ഡോൾബി സൗണ്ട്, ഡിജിറ്റൽ ക്യാമറാസൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ പോലുള്ള ആളുകളുടെ വരവായിരുന്നു ഹിന്ദി സിനിമയിൽ. അങ്ങനെ റൊമാൻറ്റിക് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ ഒക്കെ വരാൻ തുടങ്ങി. റീജിയണൽ ഫിലിംസ്, മലയാളം ആൻഡ് തമിഴ് ഫിലിംസ് പോപ്പുലറായി. 2000 ഓൺവേർഡ്സ് എന്താണ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസും പുതിയ സ്പേസൊക്കെ കിട്ടാൻ തുടങ്ങി. അനുരാഗ് കശ്യപ്, ദിബാകർ ബാനർജി പോലുള്ളവർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ 2010 ഓൺവേർഡ്സ് OTT പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും ഒക്കെ റീജിയണൽ ഫിലിംസ് നല്ല രീതിയിൽ ഫ്ലറിഷ്ഡായി. പിന്നെ അപ്പം ഇതാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫിലിംസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന വീഡിയോസിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയാണ്. അതായത് 1960s and 1950s ഗോൾഡൻ ഇറ ഓഫ് മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി, അതൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫിലിംസ് എന്ന് ചോദിച്ച് ഒറ്റയടിക്ക് ഒരു ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. ഇപ്പം എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് പറയേണ്ടത്, ഇതേ ആൻസർ തന്നെയാണ് വരേണ്ടത്. അതായത് OTT പ്ലാറ്റ്ഫോംസിൽ എത്തി നിൽക്കണം നിങ്ങളുടെ ആൻസർ, സൈലൻറ്റ് ഫിലിം തൊട്ട് OTT പ്ലാറ്റ്ഫോംസ്. അപ്പോൾ എഴുതുമ്പോൾ എക്സാമ്പിൾസും കുറച്ചും കൂടി കഥയൊക്കെ എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഫിലിംസിനെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയുക. പിന്നെ ഇന്ത്യൻ സിനിമ ഡ്യൂറിങ് ദ ഗോൾഡൻ ഇറ. ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഗോൾഡൻ ഇറയിൽ ഞാൻ പറഞ്ഞു 1940s തൊട്ട് 60s വരെയാണ് അതിൻ്റെ ഗോൾഡൻ ഇറ. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും, മൂവീസിനകത്ത് കാണാൻ സാധിക്കും. റിയലിസം, ഹ്യൂമനിസം, നാഷണലിസം, ഇതൊക്കെയാണ് തീംസായിട്ട് വന്നുകൊണ്ടിരുന്നത്. സത്യജിത് റേയുടെ അപ്പു ട്രിലജി, പതേർ പാഞ്ചാലി, അപരാജിതോ, അപൂർ സൻസാർ, ഇതൊക്കെയാണ് ഇന്ത്യൻ സിനിമയെ ഗ്ലോബലി റീഡിഫൈൻ ചെയ്തത്. അപ്പം ഇത് എഴുതുമ്പോൾ പിന്നെ സത്യജിത് റേയുടെ ഈ ഫിലിംസിനെ കുറിച്ച് എഴുതുന്നത് നല്ലതായിരിക്കും. ഓർഡിനറി പീപ്പിളിനെയാണ് സത്യജിത് റേയുടെ ഫിലിംസിൽ ഫോക്കസ് ചെയ്തിരുന്നത്. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട്. പിന്നെ ബംഗാളി ഫിലിം മേക്കർ ആയിട്ടുള്ള ഋത്വിക് ഘട്ടക് അദ്ദേഹത്തിൻ്റെ പാർട്ടീഷൻ പോലെയുള്ള തീംസ് വന്നിട്ട് കുറേ ഫിലിംസ് ഇറക്കി. പിന്നെ മൃണാൽ സെൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ചാർജ്ഡ് അല്ലെങ്കിൽ സോഷ്യലി റെലവൻറ്റ് സിനിമാസ് ഇറക്കി. ബോളിവുഡിലാണെന്നുണ്ടെങ്കിൽ രാജ് കപൂർ ഇന്ത്യൻ കോമൺ മാൻ ഫിലിംസ് ഇറക്കി, അതായത് ശ്രീ 420, ആവാര, ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു കോമൺ മാനെ ക്യാരക്ടറായിട്ട് വരുന്ന ഫിലിംസാണ്. പിന്നെ റൊമാൻസ്, കോമഡി, സോഷ്യലിസ്റ്റ് ഐഡിയൽസ്, അർബൻ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ കുറിച്ചൊക്കെ ആയിരുന്നു രാജ് കപൂറിൻ്റെ മൂവീസിനകത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഗുരുദത്തിൻ്റെ പ്യാസ, ഖാഗസ് കെ ഫൂൽ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിക് സ്ട്രഗിളിനെ കുറിച്ച്, ഏലിനേഷനെ കുറിച്ച്, അൺഫുൾഫിൽഡ് ഡ്രീംസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോയത്. പിന്നെ ലൈറ്റിംഗ്, മ്യൂസിക് ഇതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. മെഹബൂബ് ഖാൻ്റെ മദർ ഇന്ത്യ വളരെ ഒരു നാഷണലിസ്റ്റ് എപ്പിക്കായിട്ട് മാറി. ഇന്ത്യൻ വിമനിൻ്റെ സാക്രിഫൈസിനെ കുറിച്ച് കാണിച്ചു, ഡിറ്റർമിനേഷനെ കുറിച്ച് കാണിച്ചു. പിന്നെ ഫിലിം എന്താണ്, ഈ ഒരു ഫിലിമിന് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം അക്കാഡമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. വിമൽ റോയുടെ ദോ ബിഗ സാമിൻ എന്നുള്ള മൂവി
ഇറ്റാലിയൻ നിയോ റിയലിസവും ഇന്ത്യൻ റൂറൽ റിയാലിറ്റിയെക്കുറിച്ചും ഫോക്കസ് ചെയ്തു. പ്ലേബാക്ക് സിംഗേഴ്സായിട്ടുള്ള ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാറൊക്കെ ഈ സമയത്താണ് ബിക്കെയിം ഐക്കോണിക് മൂവി സിംഗേഴ്സായിട്ട് മാറിയത്. പിന്നെ എന്താണ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് വന്നു. എസ്.ടി. ബർമൻ, ശങ്കർ, ജെ കിഷൻ ഇങ്ങനെയുള്ളവർ. പിന്നെന്താണ്, നല്ല രീതിയിലുള്ള ലിറിക്സൊക്കെ പെൻ ചെയ്യാൻ ശൈലേന്ദ്ര, സഹിർ ലുധിയാൻവി ഇവരൊക്കെ നല്ല രീതിയിൽ പോയറ്റിക് ലിറിക്സ് വെച്ചിട്ട് അതായത് സോങ്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമോട്ടോഗ്രഫി ആയിരുന്നു, പക്ഷേ പിന്നീട് ലൈറ്റിങ്ങും ഷാഡോസും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മാറ്റി. എഡിറ്റിംഗ് വളരെ സറ്റിലാക്കി മാറ്റി. പിന്നെ ഡയലോഗ്സ് ഫിലോസഫിക്കൽ ആൻഡ് പൊയറ്റിക്കൽ ആൻഡ് മെമ്മറബിൾ ആക്കി മാറ്റി. റീജിയണൽ സിനിമാസും വന്നു. തമിഴ് സിനിമയിൽ ഒരുപാട് റീജിയണൽ ആയിട്ടുള്ള മൂവീസ് വന്നു. പൊളിറ്റിക്കൽ അണ്ടർടോൺ ഉള്ളൊരു മൂവിയാണ് പരാശക്തി, തമിഴ് ഫിലിമാണ്, 1952 ഇറങ്ങിയ. പിന്നെ മലയാളം ഫിലിംസ് വരാൻ തുടങ്ങി. നമ്മുടെ കാര്യങ്ങൾ എഴുതുക. പിന്നെ മീനാകുമാരി, നർഗീസ് ദത്ത്, സുചിത്ര സെൻ പോലെയുള്ളവർ നല്ല ആക്ട്രസസ് ആയിരുന്നു ഈ സമയത്ത്. സെൻസർഷിപ്പ് റിലേറ്റീവ്ലി മിനിമലായിരുന്നു. ഓക്കെ, പിന്നെ ഇതാണ് ഗോൾഡൻ ഇറ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അടുത്തതെന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചേഴ്സ് ഓഫ് മലയാളം സിനിമ ഇൻ പാരലൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഫിലിംസ്. അതായത് മലയാളം സിനിമയിലെ പാരലൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഫിലിംസ് തമ്മിലുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് പറഞ്ഞു പോയിരിക്കുന്നത്. മലയാളം സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ സോഷ്യൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഇവോൾവ് ആയിട്ട് വന്നത്. അപ്പോൾ പാരലൽ സിനിമയാണെങ്കിലും കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിംഗ് ആണെങ്കിലും ഇതാണ് ഒരു തീമായിട്ട് മിക്കവാറും ഉള്ളതിനകത്ത് വരുന്നത്. പാരലൽ മലയാളം സിനിമയാണ് നമ്മൾ ന്യൂ വേവ് സിനിമ അല്ലെങ്കിൽ ആർട്ട് ഹൗസ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. 1970s വന്നത്. റിയലിസം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തീംസ് ആണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം ഇവരൊക്കെയായിരുന്നു ഈ ഒരു പാരലൽ മലയാളം സിനിമയുടെ അല്ലെങ്കിൽ ആർട്ട് ഫിലിംസിൻ്റെ ആളുകൾ. സൈക്കോളജി, കാസ്റ്റ്, ക്ലാസ്, എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിൾസ്. എക്സാമ്പിൾ അടൂറിൻ്റെ എലിപ്പത്തായം, അതൊരു ലാൻഡ്മാർക്ക് ഇന്ത്യൻ പാരലൽ സിനിമയായിരുന്നു. സൊസൈറ്റിയുടെ ഡീക്കേയെക്കുറിച്ചും ഐസൊലേഷനെക്കുറിച്ചുമാണ് അത് പറഞ്ഞു പോയത്. ഈ ഫിലിംസിനകത്ത് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ്, മിനിമൽ ഡയലോഗേ ഉള്ളൂ, നാച്ചുറൽ സെറ്റിങ്സ് ആണ്. പിന്നെ ജി അരവിന്ദൻ്റെ കുമ്മാട്ടി, എസ്തപ്പാൻ എന്നൊക്കെയുള്ള മൂവീസ്, അത് ഫോക്ലോറും മിസ്റ്റിസിസവും കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്നുള്ള മൂവിയുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ അൺട്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ പാരലൽ ഫിലിംസ് എന്ന് പറയുന്ന ഗ്ലാമറും സോങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണത്തില്ല. ജസ്റ്റ് ഫിലോസഫി, വളരെ ഡീപ്പായിട്ടുള്ള നറേറ്റീവ് കോണ്ടന്റ് ആണുള്ളത്. ഗവൺമെൻറ് അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പറേറ്റീവ്സ് ആയിരിക്കും ഫണ്ട് ചെയ്യുന്നത്, അല്ലാതെ പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ് കാണത്തില്ല ഇങ്ങനെയുള്ള ഫിലിംസ്. കാരണം കൊമേഴ്ഷ്യൽ സക്സസ് ഭയങ്കര കുറവായതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വരത്തില്ല. ഓൺ ദി അതർ കൊമേഴ്ഷ്യൽ മലയാളം സിനിമാസ് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ്, സോങ്സ്, ആക്ഷൻ, റൊമാൻസ്, കോമഡി ആയിരുന്നു. അപ്പോൾ അത് പറയുകയാണെങ്കിൽ 1980s and 90s മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി പോലുള്ള സ്റ്റാർസിൻ്റെ റൈസ്, ഇവരുടെ സ്ട്രോങ് പെർഫോമൻസ്, രാജാവിൻ്റെ മകൻ, നരസിംഹം, സ്ഫടികം പോലുള്ള മൂവീസ്, അത് വളരെ പഞ്ചി ഡയലോഗ്സും ഹീറോയിക് നറേറ്റീവ്സുമാണ്, കുറച്ച് ഡ്രമാറ്റിക്കുമാണ്. കൊമേഴ്ഷ്യൽ ഫിലിംസിനകത്ത് ഫാമിലി ഓഡിയൻസിന് പറ്റിയ കാര്യങ്ങളായിരിക്കും. ലവ്, ബിട്രയൽ, റിവെഞ്ച്, സോഷ്യൽ വാല്യൂസ്. അതുപോലെ തന്നെ കോമഡി ഫിലിംസിൻ്റെ, അതായത് സിദ്ദിഖ് ലാലിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ്, രാംജി റാവു സ്പീക്കിങ്ങും, ഗോഡ് ഫാദർ പോലുള്ള മൂവീസ്, അതൊക്കെ സ്ലാപ്സ്റ്റിക് ആൻഡ് സിറ്റുവേഷണൽ ഹ്യൂമർ വെച്ചിട്ടുള്ളതാണ്. കൊമേഴ്സ് ഫിലിംസ് ഇൻ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും കുറച്ച് റിയലിസവും മോറൽ കോംപ്ലക്സിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പിന്നെ MT വാസുദേവൻ നായർ, ലോഹിതദാസിൻ്റെ ഫിലിംസ് എന്ന് പറയുന്ന ആർട്ട് ആൻഡ് കൊമേഴ്ഷ്യൽ സിനിമ തമ്മിലുള്ള ഗ്യാപ്പിനെ കുറച്ച് ബ്രിഡ്ജ് ചെയ്തിരുന്നു. MTയുടെ ഒരു വടക്കൻ വീരഗാഥ, അത് ഫോക്ലോറിനെ റീഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ്. പിന്നെ 2000 ഒക്കെ ആയപ്പോഴത്തേക്കും ന്യൂ ജനറേഷൻ സിനിമ മലയാളത്തിൽ വരാൻ തുടങ്ങി. ട്രാഫിക്, മുംബൈ പോലീസ്, ദൃശ്യം പോലുള്ള മൂവീസ് റിയലിസ്റ്റിക് നറേറ്റീവാണ്, പക്ഷേ കൊമേഴ്ഷ്യൽ അപ്പീലുണ്ട്. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ, ദിലീഷ് പോത്തൻ്റെ ഫിലിംസ്, അത് എക്സ്പെരിമെൻ്റൽ സ്റ്റൈലാണ്. ജല്ലിക്കെട്ടും ജോജിയും പോലുള്ള ഫിലിംസ്. പിന്നെ മലയാളം സിനിമ അതുപോലെ തന്നെ സ്ട്രോങ് ക്യാരക്ടർ റൈറ്റിംഗ്, സ്ട്രോങ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ വരാൻ തുടങ്ങി. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഇത് വന്നു. പിന്നെ OTT പ്ലാറ്റ്ഫോംസ് വഴി നമ്മുടെ മലയാളം ഫിലിംസിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡർ ആൻഡ് ബ്രോഡർ ആയിട്ട് മാറി. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ പിന്നെ അടുത്ത കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് സിനിമ എങ്ങനെയാണ് ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആണ്. ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വെർബലാണ്, ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, അല്ലേ? ലിറ്ററേച്ചറിനകത്തെന്ന് പറയുന്നത് വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജസ്, ഇമോഷൻ, നറേറ്റീവൊക്കെ ഇവോക്ക് ചെയ്യുന്നത്. സിനിമയ്ക്കകത്ത് ഇമേജ്, സൗണ്ട്, മൂവ്മെൻറ്റ്, എഡിറ്റിംഗ് ഒക്കെയുള്ള ടെക്നിക്കുകളാണ് വരുന്നത്. ഒരു നോവലിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലൂടെയാണ് ആ സെറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോവലിൻ്റെ. ഫിലിം മേക്കർ പക്ഷേ അതിന് പകരം ഈ മിസോസീൻ പോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്ത്, അതായത് കോസ്റ്റ്യൂംസ്, പ്രോപ്പർട്ടീസ്, ഡയലോഗ്സ്, ക്യാമറ ആംഗിൾസ്, കളറ്, പിന്നെ മ്യൂസിക്, ഇങ്ങനെയുള്ള ടെക്നിക്സാണ് ഫിലിം മേക്കർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് കാണിക്കാൻ ഒരു നോവലിനകത്ത് ഒരു ക്യാരക്ടറിൻ്റെ വലിയൊരു ഡയലോഗ് മതി, അല്ലെങ്കിൽ അയാളുടെ മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യം മതി. പക്ഷേ സിനിമയിൽ അത് കാണിക്കുമ്പോൾ എന്താണ്, ഒരു വല്ലാത്തൊരു ഇമോഷണൽ സീനാണെങ്കിൽ മഴ പെയ്യിക്കാം, അല്ലെങ്കിൽ ലോ ലൈറ്റ് കൊടുക്കാം, അല്ലേ, ക്ലോസപ്പ് ഷോട്ട് കൊടുക്കാം.
അപ്പോൾ അതാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലീനിയർ ആണ് ബൈ നേച്ചർ, അതായത് ബിഗിനിങ് ടു എൻഡ് നമുക്ക് ലോജിക്കലായിട്ട് വായിച്ച് തീർക്കാം. സിനിമ എന്ന് പറയുന്നത് നമുക്ക് ടൈം ആൻഡ് സ്പേസ് എഡിറ്റിംഗ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലാഷ് ബാക്ക് ടെക്നിക്കുകൾ, മൊണ്ടാഷ് ടെക്നിക്കൊക്കെ നമുക്ക് ഫിലിംസിൽ കുറച്ചും കൂടി നറേറ്റീവ് ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹെവിലി ഇമാജിനേഷനെ ആണെന്നുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് സെൻസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നോവൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യാരക്ടറിൻ്റെ തോട്ടിനെ വളരെ ഡീപ്പായിട്ട് അഫോർഡ് ചെയ്യാൻ സാധിക്കും. ഫിലിമിനകത്ത് അത്രയും ഡീപ്പായിട്ട് പറ്റത്തില്ല, കാണാൻ ടൈം ലിമിറ്റ് ഉണ്ട്, ഡയലോഗ്, എക്സ്പ്രഷൻ ഇതെല്ലാം വരണം. പിന്നെ ലിറ്ററേച്ചറിൻ്റെ എന്ന് വെച്ചാൽ ഒരു ബുക്ക് വായിക്കാൻ നമ്മുടെ റീഡേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വായിക്കാം സ്പീഡൊക്കെ. സിനിമയിൽ അങ്ങനെയല്ല, ഡയറക്ടറാണ് ശരിക്കും പറഞ്ഞാൽ കട്ട്, സൗണ്ട്, സീൻ ലെങ്ത് ഒക്കെ അയാളാണ് തീരുമാനിക്കുന്നത്. ലിറ്ററേച്ചറിൽ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ നറേഷൻ ആണെങ്കിൽ സിനിമയിൽ വിഷ്വൽ പെർസ്പെക്റ്റീവ് ആൻഡ് ക്യാമറ ആംഗിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഫിലിമിൽ ക്ലോസപ്പ് ഷോട്ടൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ, ലിറ്ററേച്ചറിലാണെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു വലിയൊരു മോണോലോഗ് അങ്ങ് കൊടുക്കാം. ലാംഗ്വേജ് ഓഫ് സൈലൻസ് ഇൻ സിനിമ എന്ന് പറയുന്നത് എന്താണ്, പോസസ്, ഗ്ലാൻസസ്, ബോഡി ലാംഗ്വേജ് ആണ് അല്ലേ. ലഞ്ച് ബോക്സ് എന്നുള്ള ഫിലിം നമ്മുടെ ഹിന്ദിയിൽ ഇർഫാൻ ഖാൻ്റെ, അതിനകത്ത് ഈ അൺസെഡ് ഇമോഷൻസ് ഒക്കെ ഈ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സിലൂടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് സ്പീച്ചിലൂടെ അല്ലെങ്കിൽ ഡയലോഗിലൂടെയല്ല. സൗണ്ട് ഡിസൈനിലൂടെ ഹെൽപ്പിലൂടെ നമുക്ക് ഫിലിംസ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ്, ഒരുപാട് ഇഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുലേഷോ ഇഫക്റ്റ് വെച്ചിട്ട് രണ്ട് ഇമേജസിനെ ഒരുമിച്ച് പ്ലേസ് ചെയ്ത് പുതിയൊരു കൈൻഡ് ഓഫ് ന്യൂ നറേറ്റീവ് ആക്കി മാറ്റാം. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് പക്ഷേ അങ്ങനെ പറ്റില്ല. ഡയലോഗ് ലിറ്ററേച്ചർ ലോങ്ങർ ആകാം, ഫിലിമിൽ അതും പറ്റത്തില്ല, കൺസൈസ് അല്ലെങ്കിൽ ഷോർട്ടായിട്ടേ പറ്റൂ. ഫോർ എക്സാമ്പിൾ ക്വെൻറ്റിൻ ടെറാന്റിനോയുടെ ഫിലിംസിനകത്തൊക്കെ ഷാർപ്പായിട്ടുള്ള ഡയലോഗ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോവൽസിന് മൾട്ടിപ്പിൾ ലെയേഴ്സ് കാണിക്കാൻ സാധിക്കും. ഫിലിംസിന് അങ്ങനെയല്ല, വിഷ്വൽ മെറ്റഫേഴ്സും ആക്ഷൻസും ഒക്കെ വെച്ചിട്ടേ കാണിക്കാൻ സാധിക്കൂ. ലിറ്ററേച്ചർ കുറച്ച് ഡീപ്ലി ഫിലോസഫിക്കലായിട്ട് കാണിക്കാം. സിനിമ എന്ന് പറയുന്നത് ഇമോഷൻസ് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ സിനിമയ്ക്ക് അതുപോലെ തന്നെ വോയിസ് ഓവേഴ്സ് നടത്താം അല്ലേ. ലിറ്ററേച്ചർ അത് പറ്റുമോ? ഇല്ല. വോയിസ് ഓവേഴ്സോ ഇൻട്രൊഡക്ഷനോ അങ്ങനെ പറ്റുമോ? ഇല്ല. പിന്നെ ലിറ്ററേച്ചറിൽ റീഡറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ചുകൂടി ഓപ്പൺ എൻഡഡ് ആണ്. സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഗൈഡ് ചെയ്ത് വ്യൂവേഴ്സിൻ്റെ മൈൻഡിലോട്ട് ഓരോ കാര്യങ്ങൾ കയറ്റുകയാണ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ ഓഥർ സെൻട്രിക് ആണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ആർട്ട് ഫോമാണ്. അതിനകത്ത് എല്ലാം വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമ എന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡാണ്. അതിനകത്ത് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. റൈറ്റർ, ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, ആക്ടേഴ്സ്, എഡിറ്റേഴ്സ്. പിന്നെ നോവലിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈൻഡിൽ നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാം. ഫിലിം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫിസിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി നമുക്ക് ഓഡിയൻസിന് കാണാനും കേൾക്കാനും സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ. പിന്നെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു പേസിൽ നമുക്ക് വായിച്ച് തീർക്കാം. സിനിമ അങ്ങനെയല്ല, റിയൽ ടൈമാണ്. അപ്പോൾ കുറച്ചും കൂടി എന്താണ്, ഡയറക്ടറാണ് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡിറ്ററാണ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യുന്നത്. ഈ രണ്ട് മീഡിയം പവർഫുള്ളാണ്, എക്സ്പ്രസീവ് ടൂൾസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ആർട്ട് സിനിമ അല്ലെങ്കിൽ ന്യൂ വേവ് സിനിമ. ഇന്ത്യൻ ആർട്ട് സിനിമ എന്ന് പറയുന്നത് പാരലൽ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂ വേവ് സിനിമയാണ്. 1960s അല്ലെങ്കിൽ 1970s കാലഘട്ടത്തിലാണ് വന്നത്. റിയലിസം, സോഷ്യൽ ക്രിറ്റിസിസം, ഹ്യൂമൻ സ്ട്രഗിൾ, പോവേർട്ടി, കാസ്റ്റ്, ജെൻഡർ ഇനിക്വാളിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ബോളിവുഡ് ഫിലിംസിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു ഫോമിലും കോണ്ടൻറ്റിലും. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ, അതായത് NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇവരൊക്കെയായിരുന്നു ഈ ഇങ്ങനെയുള്ള മൂവീസിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊമേഴ്ഷ്യൽ ഫിലിംസ് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടിങ് ഏജൻസീസ്, ഇങ്ങനെയുള്ള കോർപ്പറേഷൻ, ഈ കോർപ്പറേറ്റീവ് ഏജൻസീസ് ഒക്കെയാണ് ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള ഏജൻസീസൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്തിരുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. സത്യജിത് റേ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഈ പാരലൽ ഫിലിംസിൻ്റെ ആളാണ്. മൃണാൽ സെന്നും ഒക്കെ പാരലൽ ഫിലിംസിൻ്റെ ആളാണ്. അതിനകത്ത് ക്ലാസ് സ്ട്രഗിൾ, ഏലിനേഷൻ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ശ്യാം ബെനഗൽ പോലുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ ഫിലിംസിനകത്ത് ഫ്യൂഡലിസം, പേട്രിയാർക്കി, അഗ്രികൾച്ചറിലെ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ കാണിക്കുന്നു. ഗോവിന്ദ് നിഹ്ലാലിയുടെ ആക്രോഷ് എന്നുള്ള മൂവി, അർദ്ധ സത്യ, ഇതൊക്കെയെന്ന് വെച്ചാൽ കറപ്ഷനെക്കുറിച്ചും പോലീസ് ബ്രൂട്ടാലിറ്റിയെക്കുറിച്ചും കാണിക്കുന്ന ഫിലിംസാണ്. ഈ ഫിലിംസിന് പൊതുവെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോൺ ഗ്ലാമറസ് സെറ്റിങ്സ് ആയിരിക്കും, മിനിമൽ സൗണ്ട് ട്രാക്ക് ആയിരിക്കും, നാച്ചുറൽ ലൈറ്റിംഗ് ആയിരിക്കും. ഈ നസറുദ്ദീൻ ഷാ, സ്മിത പാട്ടീൽ, ഓം പുരി, ഷബാന ആസ്മിയൊക്കെയാണ് ഇങ്ങനെയുള്ള മൂവീസിലേക്ക് പവർഫുൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർഫോമൻസസ് കാഴ്ചവെക്കുന്ന ആക്ടേഴ്സ്, യൂഷ്വൽ ആക്ടേഴ്സ് ഇവരൊക്കെ ആയിരിക്കും. പിന്നെ ആർട്ട് സിനിമ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എന്താണ്, മെൻ്റൽ ഇൽനെസ്, കമ്മ്യൂണൽ ടെൻഷൻ, ഇങ്ങനെയുള്ള തീംസും ഒക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ എക്സ്പെരിമെൻറ്റേഷനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണി കൗളിൻ്റെ ഫിലിംസിനകത്തൊക്കെ, ഉസ്കി റോട്ടി, ദുവീദ, ഇതിനകത്തൊക്കെ എന്താ പറയുക, ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് അല്ലായിരുന്നു, ഒരു പുതിയ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷനൊക്കെ കാണാൻ സാധിക്കും.
പിന്നെ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ടോംസ് നമുക്ക് ഇതിനകത്തുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ മലയാളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫിലിം, കന്നഡയിലാണെങ്കിൽ ഗിരീഷ് കാസറവള്ളിയുടെ ഫിലിം, ഗുജറാത്തിലാണെങ്കിൽ കേതൻ മെഹ്തയുടെ ഫിലിംസൊക്കെ റീജിയണൽസ്, അതായത് ഇങ്ങനെയുള്ള ആർട്ട് ഫിലിംസാണ്. അപ്പോൾ അതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ ഒക്കെ എഴുതാം. നമ്മൾ അടൂറിൻ്റെ എഴുതുമ്പോൾ അടൂറിൻ്റെ മൂവീസിനെ കുറിച്ചുമൊക്കെ എഴുതാൻ സാധിക്കും. അപ്പോൾ ആർട്ട് സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള മൂവീസ് എന്നാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് മിക്കവാറുമുള്ള എല്ലാ ഫിലിംസ്, ഈ ആർട്ട് ഫിലിംസ് ഒന്നും പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി. കാരണം ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം റീസെൻറ്റ് ഇയേഴ്സിൽ അനുരാഗ് കശ്യപ്, ചൈതന്യ തമാനെ, റീമ ദാസ് പോലുള്ളവരൊക്കെ ഈ ആർട്ട് ഫിലിംസിനെ റിവൈവ് ചെയ്തിരുന്നവരാണ്. വില്ലേജ് റോക്ക് സ്റ്റാർസ്, ഇങ്ങനെയുള്ള മൂവീസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ആർട്ട് ഫിലിമാണ്. പക്ഷേ അതിനിപ്പം കുറച്ചും കൂടി ഓഡിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ OTT പ്ലാറ്റ്ഫോംസ് ഇങ്ങനെയുള്ള ആർട്ട് ഫിലിംസിനെ കുറച്ചും കൂടി ബ്രോഡർ ഓഡിയൻസിനടുത്തോട്ട് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കമ്പാരിസൺ ഓഫ് മോഡ്സ് ഓഫ് നറേഷൻ ഇൻ ഫിലിം ആൻഡ് ദ നോവൽ. അതായത് നോവലും ലിറ്ററേച്ചറിലും എങ്ങനെയാണ് ഫിലിം. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പല രീതിയിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ബുക്കിനെ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ ഉള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ബുക്കിലെ, അതായത് ലിറ്ററേച്ചറിലെ ലാംഗ്വേജും സിനിമയിലെ ലാംഗ്വേജും എങ്ങനെയാണ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് തന്നെയാണ് ഇതെല്ലാം. ഫിലിമിലെ നറേഷനും നോവലിലെ നറേഷനും എങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫിലിമിലെ നറേഷൻ, നോവലിലെ നറേഷൻ എന്ന് വെച്ചാൽ വെർബലാണ്, ഫിലിമിലെ നറേഷൻ വിഷ്വലാണ്. നോവൽ ലാംഗ്വേജ്, ഡിസ്ക്രിപ്ഷൻ, ഇന്നർ തോട്ട്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യും. ഫിലിംസിൽ അത് ക്യാമറ വർക്ക്, എഡിറ്റിംഗ്, സൗണ്ട് ആൻഡ് വിഷ്വൽസ് ആണ്. നോവൽ ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിലെയും മെമ്മറിയും ഡയറക്റ്റായിട്ട് പറയും. ഫിലിം പക്ഷേ അങ്ങനെയല്ല. എക്സ്പ്രഷനിലൂടെയും വോയിസ് ഓവറിലൂടെയും സിമ്പിൾസിലൂടെയൊക്കെയാണ് അത് കാണിക്കുന്നത്. നറേറ്റർ ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും നോവൽസിൽ, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആയിരിക്കാം, അൺറിലയബിൾ ആയിരിക്കാം. ഫിലിമിൽ അങ്ങനെയല്ല, ക്യാമറയാണ് നറേറ്ററായിട്ട് മാറുന്നത്. നമ്മളെ കൊണ്ടുപോകുന്നത്, മൂവ് ചെയ്യുന്നത് ക്യാമറയാണ്. ഇപ്പോൾ നോവൽസിനകത്ത് നോൺ ലീനിയർ നറേറ്റീവ് യൂസ് ചെയ്യാം. സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മെമൻറ്റോ എന്നുള്ള മൂവിയിലും പൾപ്പ് ഫിക്ഷൻ എന്നുള്ള മൂവിക്കകത്ത് ഫ്ലാഷ് ബാക്കും ഈ റിവേഴ്സ് ക്രോണോളജി, അതായത് ക്ലൈമാക്സ് ആദ്യം കാണിച്ചിട്ട് പിന്നീട് ബാക്കിലോട്ട് പോകുന്ന ടൈപ്പിലും കാണിക്കാം. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ്. ലാംഗ്വേജ് ഓഫ് ഫിലിമും ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വേണം എഴുതാൻ. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കെല്ലാം കണക്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. കാരണം ഫിലിം സ്റ്റഡീസ് ആയതുകൊണ്ട് ഇപ്പം ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിലെയും തമിഴിലെയും എല്ലാം ഫിലിംസിനെ കുറിച്ചും ഡയറക്ടേഴ്സിനെ കുറിച്ചും നമുക്ക് എഴുതാൻ സാധിക്കും.